ഈ ആത്മീയ സദസ്സുകളിൽ സംബന്ധിക്കുന്നത് കൊണ്ട് വലിയൊരു നേട്ടമുണ്ട്. ഞാൻ ഒറ്റക്കാര്യം പറയട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നല്ലൊരു സമ്പന്നനായ വ്യക്തി ഉണ്ടായിരുന്നു. ചരിത്രങ്ങളിൽ കാണാം. ഒരൊറ്റ ഖൈറായ മജ്ലിസും അയാൾ ഒഴിവാക്കൂല. എന്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാര്, സുഹൃത്തുക്കൾ, ഉമ്മമാര്, പെങ്ങന്മാര് മനസ്സിലാക്കണം. എല്ലാ സ്വലാത്ത് മജ്ലിസിലും ഖൈറായ മജ്ലിസിലും ഹദീസിന്റെ സദസ്സിലും പങ്കെടുക്കുന്ന നല്ലൊരു പണക്കാരനാണ്. അയാളെ ബിസിനസ്മാനാണ്, അയാളെ തൊഴിലതാണ്. പക്ഷേ മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഒരുപാട് മജ്ലിസുകൾ സംബന്ധിക്കുന്ന ഈ മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന നേരത്തെ അയാളെ കളറ് മാറിപ്പോയി. ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ ബേജാറായി പോയി. നല്ല പ്രകാശമുള്ള, നല്ല വെളിച്ചമുള്ള, സൗന്ദര്യമുള്ള ശരീരം കരിവാളിച്ചു പോയി. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അല്ലാഹുവേ, എന്നെ നീ നാണക്കേടിലാക്കരുത്, എന്നെ നീ വഷളാക്കരുത്. കാരണം നീ പൊരുത്തപ്പെട്ട ഒരൊറ്റ മജ്ലിസും പ്രത്യേകിച്ച് സ്വലാത്തിന്റെ മജ്ലിസുകളൊന്നും ഞാൻ കൈവിടാറില്ല. ആ ഒരു വാക്കയാള് പറഞ്ഞ് തീരേണ്ട സമയം അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന കുടുംബക്കാര്, കൂട്ടുകാരൊക്കെ കാണുന്നു. ഒരു പക്ഷി അങ്ങനെ പറന്നു വരുന്നു അയാൾ അടുത്തേക്ക്. അയാളെ ശരീരം മുഴുവനും ആ പക്ഷിയുടെ ചിറക് കൊണ്ട് ഒന്നിങ്ങനെ തടവിയിട്ട് പക്ഷി അങ്ങ് മാറിപ്പോയി. ആ തടവലോടുകൂടെ അയാൾക്ക് എന്തെന്നില്ലാത്ത പ്രകാശമാണ്, അവിടെ എന്തെന്നില്ലാത്ത സുഗന്ധമാണ്. പിന്നെ സന്തോഷത്തോടെ കലിമ ചൊല്ലി പിരിയുന്നു. കാരണം അയാളെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ലാസ്റ്റ് സമയത്തുള്ള ഹുസ്നുൽ ആഖിബത്തിന് വേണ്ടി അദ്ദേഹം കരുതി വെച്ച വലിയൊരു സമ്പാദ്യമാണ് ഈ ആത്മീയ സദസ്സുകൾ. നമുക്ക് മുതൽക്കൂട്ടിന് വേണ്ടി ആ സഹോദരങ്ങളെ, ഹുസ്നുൽ ഖാത്തിമക്ക് വേണ്ടി അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഏതെങ്കിലും ആളുകളുടെ ദുആ അല്ലാഹു സ്വീകരിക്കാതിരിക്കൂലല്ലോ. നല്ല മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ ദിക്റാ ചൊല്ലുന്നത്, മദ്ഹാണ് ചൊല്ലുന്നത്. ആ മദ്ഹും ദിക്റും ചൊല്ലിയ നാവുകളെ കൊണ്ട് ആമീൻ 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 എന്ന് പറയുമ്പോ നമ്മുടെ ഖൽബിന് അതുകൊണ്ട് ഉണർവ് കിട്ടുന്നു, നാവിന് ഉണർവ് കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയമായ വിഷയങ്ങൾക്ക് പുരോഗതി ലഭിക്കുന്നു.